എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണ് കരുതുന്നു. ഞാൻ വന്നിട്ടുള്ളത് ഒരു സാംസങ്ങിൻ്റെ ടാബ് എ അൺബോക്സിന് വേണ്ടിയിട്ടാണ്. അത് കുട്ടിക്ക് വേണ്ടി മേടിച്ചതാണ്. മുമ്പ് ഞാൻ ലിനോവൻ്റെ ഒരു ടാബ് മേടിച്ചിട്ട് കൊടുത്തയച്ചിരുന്നു. അത് ഇപ്പോൾ ഓൺലൈനിൽ പഠിത്തമുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞത് അത് എന്താ പറയുക, ഗൂഗിൾ മീറ്റ് സപ്പോർട്ട് ചെയ്യണില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു സാംസങ്ങിൻ്റെ ടാബ് എ മേടിച്ചു. സാംസങ് ടാബ് എ, ഓക്കെ, ടാബ്ലറ്റ്സ്. അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അൺബോക്സിലേക്ക് സുഹൃത്തുക്കളെ, നമ്മൾ പറഞ്ഞ സാംസങ് ടാബ്ലറ്റ് ടാബ് എ ഇതാണ്. ഓക്കെ, ഇത് ഞാൻ കവർ തുറന്ന്, കാരണം വെച്ചാൽ ഞാൻ ആ ഷോപ്പിൽ നിന്ന് ഞാൻ മുമ്പ് ഞാൻ ഒരു പഴയ ലിനോവ കൊണ്ടുപോയത് പറഞ്ഞല്ലോ, അത് ഇതിൽ ഗൂഗിൾ മീറ്റിൽ സപ്പോർട്ട് ആയിരുന്നില്ല. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി തുറന്ന് ഓപ്പൺ ആക്കിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് 32 GB മെമ്മറിയാണ്, 4G LTE സപ്പോർട്ടാണ്, 64 ബിറ്റ് ക്വാഡ് പ്രൊസസ്സറാണ് ഇതിനുള്ളിൽ. അതേപോലെ 203.1 mm ഡിസ്പ്ലേ, 8 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. പിന്നെ ബാക്ക് ക്യാമറ 8 MB, ഫ്രണ്ട് ക്യാമറ 2 MB. പിന്നെ ഒരു പോരായ്മയായി തോന്നിയത് 2 GB റാമേ ഉള്ളൂ. 32 GB റോം ഉണ്ട്, മെമ്മറി ഉണ്ട്. പിന്നെ 5100 mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ഇത് പുറത്ത് വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ളിൽ നിന്ന് തുറന്ന് നോക്കാം നമുക്ക് കേട്ടോ. എനിക്ക് ചെക്ക് ചെയ്യണം, കാരണം എന്ന് വെച്ചാൽ മറ്റേത് ഗൂഗിൾ മീറ്റ് സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് നോക്കണം. മുമ്പേനെ പണി കിട്ടിയാണല്ലോ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ അതിൻ്റെ സ്ക്രീൻ കോഡ് ഞാൻ അവിടുന്ന് ഇടിപ്പിച്ചു. അതേപോലെ ഒരു ഫുൾ കവർ ഞാൻ വാങ്ങി. അപ്പോൾ അതേപോലെ ഇതിനിപ്പോൾ ഈ കവറിൻ്റെ ഉള്ളിലുള്ള ഇപ്പോൾ സാധാരണയുള്ള അതേപോലെ തന്നെ അതിൻ്റെ പവർ പ്ലഗും അതേപോലെ പവർ കേബിള്, പിന്നെ അതിൻ്റെ ക്ലിപ്പ് ഉണ്ടല്ലോ, പിന്നെ ഈ കാറ്റലോഗും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ, വേറെ. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു ഫ്രണ്ട് ക്യാമറയും എയർ സ്പീക്കറും അതേപോലെ ഒരു സെൻസറും കൊടുത്തിട്ടുണ്ട്. ഇനി മുകൾ ഭാഗത്ത് നമ്മൾ ഇതാവല്ലോ ഒരു ഹെഡ്ഫോൺ സ്ലോട്ടിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ താഴെ ഭാഗത്ത് പിന്നെ ഒരു നോർമൽ ചാർജറും ഒരു മൈക്ക, 2 സ്പീക്കേഴ്സും കൊടുത്തിട്ടുണ്ട്. വലത് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു ഹോം ബട്ടൺ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധനം മുമ്പ് പിന്നെ സാംസങ് മൊബൈൽ പോലെ തന്നെ ഒരു ഹോം ബട്ടണും അപ്പ് ആൻഡ് ഡൗൺ ബട്ടണും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സൈഡിലാണെങ്കിൽ ഒരു സ്ലിം സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിൽ ഒരു മെയിൻ ക്യാമറയും അതേപോലെ ഒരു സാംസങ്ങിൻ്റെ ഒരു ലോഗോയും കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ആയിട്ടുണ്ട്. വൈഫൈ ഒന്ന് കണക്ട് ചെയ്യണം നമുക്ക്. സംഭവം ഉണ്ടോ നോക്കണമല്ലോ. വൈഫൈ കണക്റ്റഡ് ആണ്, സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ നമ്മൾ പോയി നോക്കിയിട്ടൊന്ന് ചെക്ക് ചെയ്യണം സംഭവം അത് കണക്റ്റ് ആണോ, അത് ഉണ്ടാവുമെന്ന് സപ്പോർട്ടാണോ എന്ന് നോക്കണം. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓപ്പൺ ആക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓപ്പൺ ആക്കാം. ഓക്കെ, കണ്ടിന്യൂ. ഹലോ. ഓക്കെ, ഓക്കെ, റെഡിയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ സൈൻ ഇൻ ചെയ്യാമല്ലോ, കുഴപ്പമില്ല. ഇന്നലെ തന്നെ ഞാൻ സൈൻ ഇൻ ചെയ്ത് വെച്ചു, ജിമെയിൽ സൈൻ ഇൻ ചെയ്ത് വെച്ചായിരുന്നു. ആണ് ഇപ്പോൾ കറക്റ്റ്. ഇതിൻ്റെ റേറ്റ് പറയുന്നത് അവർ ഇതിൽ കാണിക്കുന്നുണ്ടല്ലേ, 520 ആണ് അവർ റേറ്റ് ഇട്ടുന്നത്. പക്ഷേ എനിക്ക് ലാസ്റ്റ് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തിട്ട് 480 തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ ആ കടേൻ്റെ പിന്നെ നമ്പറിന് എന്ത് വേണമെങ്കിൽ അബുദാബി മുസഫയിലാണ് അവരുടെ ഷോപ്പ്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം നമ്പർ. അപ്പോൾ അവരോട് വിളിച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ പറയാം. നാട്ടിലേക്ക് അയച്ച് പിന്നെ വീട്ടിൽ നിന്ന് ഉപയോഗിച്ചതിന് ശേഷമുള്ള അഭിപ്രായമാണ് ഇപ്പോൾ പറയുന്നത്. ഇത് ബാറ്ററിയൊക്കെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ വോയിസ് കോള്, സിം ഇട്ടിട്ട് വോയിസ് കോള് ചെയ്യുമല്ലോ, അതൊക്കെ അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇത് വീഡിയോ ക്ലാരിറ്റി കുറവാണ്. നമ്മൾ സൂമിലല്ല ഇപ്പോൾ ഓൺലൈനിൽ ക്ലാസ്സൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ക്ലാരിറ്റി കുറവുണ്ട്. അതേപോലെ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് കട്ടായി പോകുന്നുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഈ ടാബിനെക്കാട്ടും കുറച്ചും കൂടി നല്ലത് മൊബൈൽ കൊടുത്തയക്കായിരിക്കും നല്ലത്. അപ്പോൾ സുഹൃത്തുക്കളെ, പുതിയ മറ്റൊരു വീഡിയോയുമായിട്ട് കാണും വരെ
ബൈ ബൈ.